ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി അവതരിപ്പിക്കുന്ന പാകിസ്ഥാന്റെ നീക്കത്തെ തുറന്നുകാട്ടി AIMIM നേതാവും ഇന്ത്യൻ പ്രതിസംഘ അംഗവുമായ അസദുദ്ദീൻ ഒവൈസി, ഇന്ത്യയിൽ 24 കോടി മുസ്ലിങ്ങൾ അഭിമാനത്തോടെ കഴിയുന്നു. ലോക നിലവാരത്തിലുള്ള അനേകം മുസ്ലിം പണ്ഡിതർ ഇന്ത്യയിലുണ്ട്. അറബ് ലോകത്തിനും മുസ്ലിം ലോകത്തിനും മുമ്പാകെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി അവതരിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇത് ദൗർഭാഗ്യകരമാണ്. ഇത് പാകിസ്ഥാന്റെ തെറ്റായ പ്രചരണമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചും ലോകത്തോട് വിശദീകരിക്കാനുള്ള പാർലമെന്ററി സംഘത്തിന്റെ ഭാഗമായാണ് ഒവൈസി സൗദി അറേബ്യയിലെത്തിയത്. ഇന്ത്യക്ക് വേണമെങ്കിൽ പാകിസ്ഥാന്റെ എയർബേസ് മുഴുവൻ തകർക്കാമായിരുന്നു. എന്നാൽ നമ്മളത് ചെയ്തില്ല. നമ്മൾ ഒരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ചെയ്തത്. ഇനിയും കടുപ്പിക്കാൻ നമ്മളെ നിർബന്ധിതരാക്കരുതെന്നായിരുന്നു അത്. പാകിസ്ഥാനിലെ പട്ടാള മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷലാക്കിയപ്പോൾ അയാളുടെ അടുത്തിരുന്നത് അമേരിക്ക കൊടും ഭീകരനായി പ്രഖ്യാപിച്ച മുഹമ്മദ് ഇസാനായിരുന്നു. ഇന്ത്യയിൽ വന്ന് ഹിന്ദു മുസ്ലിം സംഘർഷമുണ്ടാക്കാനും രാജ്യത്തെ ദുർബലപ്പെടുത്താനുമാണ് പാകിസ്ഥാൻ അയച്ച ഭീകരർ ശ്രമിക്കുന്നതെന്നും ഒവൈസി കുറ്റപ്പെടുത്തി.